ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് അരിപ്പൊടി ഞാൻ എങ്ങനെ അരിപ്പൊടി റെഡിയാക്കിയിട്ട് എല്ലാം സ്നാക്സിനും ബ്രേക്ക്ഫാസ്റ്റിനും പുട്ടിനും ഒക്കെ ഞാൻ എങ്ങനെ റെഡിയാക്കി വെക്കാൻ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു. ഒരു 5-6 കിലോ ഒന്നിച്ചിട്ട് പൊടിച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ഞാൻ ഇവിടെ കാണിക്കുന്നു. ആദ്യം 2 കിലോ പച്ചരി, ഇത് റേഷനിൽ കിട്ടിയ പച്ചരിയാണ്, വേണമെങ്കിൽ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയും മേടിക്കാം. അത് വന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഒരു 4 hours നമ്മൾ അത് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കണം. ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് കളർ ക്ലോത്തിൽ ഒരു 1 day ഇങ്ങനെ പരത്തി വെച്ചിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഇത് ഓൾമോസ്റ്റ് 1 day ആയി. പിന്നെ നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടി. എന്നിട്ട് ഇത് ഗ്രൈൻഡിങ് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് വന്നു ഞാൻ. സോ ഈ അരിപ്പൊടി ഞാൻ എന്ത് ചെയ്യും, ഇതിന്ന് കുറച്ച് ഞാൻ മാറ്റി വെക്കും. ഈ അരിപ്പൊടി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ എടുക്കാം. പിന്നെ ഈ എല്ലട, പിന്നെ ഈ കൊഴക്കട്ട, മുറുക്ക് അങ്ങനത്തുള്ള ഐറ്റത്തിനൊക്കെ നമുക്ക് ഇത് സ്നാക്സ് ഉണ്ടാക്കാൻ എടുക്കാം. ബാക്കിയുള്ള അരിപ്പൊടി ഞാനിത് ഡ്രൈ ചീഞ്ചട്ടിയിൽ വറുത്ത് വെക്കും. നന്നായിട്ട് അതൊന്ന് വറുത്ത് വെക്കണം. ഇത് കുറച്ച് ബാച്ചായിട്ട് ഇട്ടിട്ട് വറുത്ത് വെക്കണം. തൊട്ടാൽ നല്ല ചൂടെടുക്കണം, അതാണ് അതിൻ്റെ റെഡിയായി എന്നർത്ഥം. സോ ഇത് റെഡിയായി. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പ്ലേറ്റിൽ മാറ്റി വെക്കണം. സോ ഇതൊക്കെ റെഡിയായി. സോ ഇത് ഞാൻ പുട്ടും ഇടിയപ്പത്തിനും യൂസ് ചെയ്യും. പുട്ടുണ്ടാക്കാം, നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവും പുട്ട്. പിന്നെ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കിട്ടും. പിന്നെ ഈ അരിപ്പൊടി, നമ്മൾ വറുക്കാത്ത അരിപ്പൊടി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അക്കി റൊട്ടി ഉണ്ടാക്കും. ഇപ്പോൾ അക്കി റൊട്ടി നമുക്ക് പത്തിരി ഉണ്ടാക്കാം, കൊഴക്കട്ട ഉണ്ടാക്കാം. പിന്നെ നമുക്ക് സ്നാക്സ് ആയിട്ടും ഉണ്ടാക്കാം. ഈ കൊഴക്കട്ട, സ്വീറ്റ് കൊഴക്കട്ട ഉണ്ടാക്കാം. സോ അങ്ങനെ നമുക്ക് ഇത് ഒരു പ്രാവശ്യം റെഡിയായാൽ പലവിധം നമുക്കിത് യൂസ് ചെയ്യാം. ഇച്ചിരി മെനക്കെട്ടാൽ നമുക്കത് വീട്ടിലുണ്ടാക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇത് 4-5 പ്രാവശ്യം ട്രിപ്പിൾ ചെയ്ത് 2 kilos ആയിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ഇപ്പം അത്ര വലിയ പാടുണ്ടാവില്ല. സോ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.